അതിന്റെ ഒക്കെ കുറവ് തീർക്കാൻ അവളെ നല്ലൊരു ഇടത്തേക്ക് തന്നെ അയക്കണം. മുഴുവനും നീ സഹിക്കണ്ട. ഒരു 10-15 പവൻ ഞാൻ എങ്ങനെയും ഉണ്ടായിക്കോളാം. ആ നോക്കട്ടെ, ഞാൻ ശോഭയോടൊന്ന് ആലോചിക്കട്ടെ. പറയാനുള്ള എന്താച്ചാ പറയേ. എനിക്ക് വളരെ അടിയന്തരമായ ഒരു ആവശ്യം വന്നാ താൻ എന്നെ സഹായിക്കില്ലേ? എന്താവശ്യം? എന്തോ ആയിക്കോട്ടെ, എനിക്കൊരു 1 ലക്ഷം രൂപയുടെ ആവശ്യം. തന്റെ ഡെപ്പോസിറ്റ് എനിക്ക് തരൂ. കാറു അങ്ങനെ ആണെങ്കിലോ? അതിന് ചോദിക്കാനുണ്ടോ? തരും. നമ്മുടെ ആവശ്യങ്ങൾക്കാണ് അച്ഛൻ പണം തന്നിരിക്കുന്നത്. എങ്കിലും എനിക്കൊരു 1 ലക്ഷം രൂപ വേണം. കാറ് വാങ്ങാനല്ല, സുധയുടെ കല്യാണത്തിനാ. അത് ശരി, അതിനാണ് ഒറ്റയ്ക്ക് വിളിപ്പിച്ചത്. അനീത്തിയുടെ കല്യാണം നടത്താൻ എന്റെ പണം വേണം അല്ലേ? നാടല്ലല്ലോ ചോദിക്കാൻ. തന്നോട് ചോദിക്കാൻ എനിക്ക് നാണിക്കണോ? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളുടെ ഏട്ടന്റെ. ഇത്ര കാലത്തെ സമ്പാദ്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തൂടെ? സമ്പാദ്യോ? 10 പൈസ ഉണ്ടാവില്ല കയ്യില്. കണക്ക് തന്നിട്ടുണ്ടോ? ഇക്കണ്ട കാലം അത്രയും കൃഷിയുടെയും മറ്റു വരുമാനങ്ങളൊക്കെ എടുത്തത് ഏട്ടനല്ലേ? എന്നിട്ട് സമ്പാദ്യമൊന്നും ഇല്ല. മനുഷ്യനാ ഇത്ര പാവാവരുത്. ഇത്ര ബുദ്ധിയൊക്കെ വേണം. എന്തോ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു, ഞാൻ കൊടുക്കാന്ന് സമ്മതിക്കാൻ ചെയ്തു. ഇനി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനും അവളുടെ ഒരു ഏട്ടനാണല്ലോ. പിന്നെ ഒരു ഏട്ടൻ. എന്നെയും വിജയനെയും ഒക്കെ അവക്ക് എന്ത് വില? എന്തോ ആയിക്കോട്ടെ, അവള് കല്യാണം കഴിഞ്ഞ് പോയി കിട്ടുമല്ലോ. ആ, അങ്ങനെ ഒരു ഗുണമുണ്ട്. കാശ് കൊടുത്താ തിരിച്ചു തരുമോ? തരാം, ഞാൻ തന്നോളാം. അത് വേണ്ട, നിങ്ങളുടെ ഏട്ടൻ തരണം. പിന്നെ ഈ ലോകം മുഴുവൻ തലേക്കൂടി ഓടണേന്നൊരു വിചാരമുണ്ട്. എല്ലാം ഞാൻ കല്യാണം നടത്തിയ നമ്മളാണ് എന്ന് എന്നെ പറയണം. അല്ലാതെ അതിന്റെ ക്രെഡിറ്റും സ്വന്താക്കി ആരും അത്ര ത്യാഗികളാവണ്ട. അതൊക്കെ പറയണമെന്ന് കരുതിയത് പലതും ഞാനിപ്പോ പറഞ്ഞു. നമുക്ക് കാശ് കൊടുക്കാലോ? ഇതൊക്കെ സമ്മതിച്ചാ കൊടുക്കാം. അതൊക്കെ സമ്മതിപ്പിക്കാം. എനിക്ക് ഉറപ്പിച്ച് പറയാലോ? പറഞ്ഞൊക്കെ സമ്മതിക്കണം. സമ്മതിക്കാം. സമ്മതിച്ചോളൂ, പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു തന്നോളാം. ഒരല്പം സാവകാശം വേണമെന്ന് മാത്രം. ഇത് വളരെ മോശമായി പോയി. ഏട്ടൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു.